മാർഗംകളിയുടെ ഒരു പ്രത്യേകത അതാണ് ചവിട്ടി കളിക്കുക എന്നുള്ളത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. രവീന്ദ്രൻ മാഷ്, ഇതാണ് കഥയിലെ നായകൻ. 39 വർഷമായി മാർഗംകളി നെഞ്ചിലേറ്റി കലോത്സവ നഗരിയിലെത്തുന്നു. മാഷിൻ്റെ ഇടം വലം നിൽക്കുന്നത് 2 ജില്ലകളാണ്. 2 ജില്ലകളെയും എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ: മാർഗംകളി. ഇതൊരു ക്രിസ്ത്യൻ കലയാണ്, ക്രിസ്ത്യൻ കല. അപ്പോൾ അതായത് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ മാർഗംകളി പാട്ടിലൂടെ കഥയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംസ്ഥാന കലോത്സവവും മാഷ കുട്ടികൾക്ക് സമ്മാനങ്ങൾ, അല്ലെങ്കിൽ 1ാം സ്ഥാനം അങ്ങനെ എത്രയോ പല പ്രാവശ്യം കിട്ടിയിരിക്കുന്നു. ഒത്തിരി പ്രാവശ്യം കിട്ടിയിരിക്കുന്നു. ഇപ്പോഴല്ലേ ഗ്രേഡായത്. ഗ്രേഡിങ് സിസ്റ്റത്തിന് മുമ്പ് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ചുവടുകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ചവിട്ടി കളിക്കുക, അതാണ് പിള്ളേർ പെട്ടെന്ന് മടുക്കാനുണ്ടാകുന്ന കാരണം. അരമണ്ഡലമൊക്കെ ഇരുന്ന് ചവിട്ടി കളിക്കുമ്പോഴത്തേന് പിള്ളേർ പെട്ടെന്ന് മടുക്കുന്നു. അതാണ് പ്രത്യേകത. ചവിട്ടി കളിക്കുക എന്നാണ് മെയിനായിട്ടുള്ള സംഭവം. കാലുകൾ ഇരുത്തി ചവിട്ടി കളിക്കുക. മാഷ് ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാറ്. ഞങ്ങൾക്ക് എല്ലാ കറക്ഷൻസും കൃത്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും പറഞ്ഞു തരും. രവീന്ദ്രൻ മാഷിന്റെ ഈ ഒരു ഭാഗം പാലക്കാട് ജില്ലയ്ക്കും ഈ ഒരു ഭാഗം കോട്ടയം ജില്ലയ്ക്കുമാണെങ്കിലും മാഷില്ലാതെ 2 ജില്ലയ്ക്കും കലോത്സവത്തിന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു മിനിറ്റ്, പിള്ളേർക്ക് എന്തോ പറയാനുണ്ട്. എന്താ ഗൈസ്? രവീന്ദ്രൻ മാഷ് ഇല്ലാത്തൊരു മാർഗംകളി ഇല്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ.